മാത്രം എന്താ ചന്ദ്രമ്മ ഇങ്ങനെ? എത്രയോ പേര് ക്ലാസ്സിൽ കയറാതെ വെളിയിൽ നിൽക്കുന്നു. അവർക്കൊന്നും കുഴപ്പമില്ലല്ലോ. സാരമില്ല മോളെ, എല്ലാം ശരിയാവും. മോള് വാ. കുറെ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അത് ഞാൻ ചെയ്തോളാം. ശരി. ഇപ്പൊ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികളൊന്നും പാടില്ലെന്നാ നിയമം. ഓക്കെ മാഡം, ഓക്കെ. കമി. വാ. ഈ സ്ഥാപനത്തിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. കോളേജിന് അതിൻ്റെതായ സമയവും. അഡ്മിഷൻ എടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട ആദ്യ ദിവസം തന്നെ ഇത്രയും ലേറ്റായിട്ട് വന്ന ഈ കുട്ടിയെ എങ്ങനെയാ ഈ കോളേജിൽ പഠിപ്പിക്കുക? സർ, ചിന്നുന്റെ സോറി, കല്യാണിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതായതുകൊണ്ടാ ഇന്ന് വരാൻ കുറച്ച് വൈകിയത്. ഇന്നത്തേക്ക് സാറൊന്ന് മാപ്പാക്കണം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. ഇവിടെ പഠിപ്പിക്കുന്നത് നിയമമാണ്. അപ്പോ ഇവിടത്തെ നിയമങ്ങൾ ആദ്യം അനുസരിക്കണം. അല്ലാതെ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പോലെ അമ്മയ്ക്ക് സുഖമില്ല, അച്ഛന് സുഖമില്ല, അമ്മൂമ്മയ്ക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഫസ്റ്റ് ഡേയിൽ തന്നെ ലേറ്റായിട്ട് വന്ന് ഇത്രയും അഹങ്കാരം കാണിച്ച ഈ സ്റ്റുഡന്റിനെ ഇനി ഇവിടെ പഠിപ്പിക്കണോ വേണ്ടയോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടി വരും. സർ, സർ, ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. എനിക്കൊരു ന്യായവും കേൾക്കണ്ട. തൽക്കാലം താൻ ഇന്ന് ക്ലാസ്സിൽ കയറണ്ട. സർ, പ്ലീസ്. നോ എക്സ്പ്ലനേഷൻ. പുറത്തിറങ്ങി. കോളേജിന്റെ പേര് കളയാൻ ഓരോന്ന് പഠിക്കാനെന്ന് പറഞ്ഞ് വേഷം കെട്ടി ഇറങ്ങിക്കോളും. രണ്ടാളും പുറത്തേക്ക് ഇറങ്ങ. ഇനി എന്ത് ചെയ്യും ചന്ദ്രമ്മ? മോള് വിഷമിക്കണ്ട. ദൈവം എന്തെങ്കിലും മാർഗം കാണിച്ചു തരും. അവളവിടെ നിൽക്കുന്നുണ്ട്. ഇത് ദക്ഷക്കുഞ്ഞല്ലേ? മഹിക്ക് വേണ്ടി ആലോചന വന്ന മന്ത്രിയുടെ മകള്. നീ എന്താടി ഇവിടെ? 5 കൊല്ലം കൊണ്ട് പഠിക്കാനുള്ളതെല്ലാം നീ ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞോ? ഇവള് പാസ്സായി കാണും ദക്ഷേ. പഠിച്ച് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റും TC വാങ്ങാൻ നിൽക്കുമായിരിക്കും. പാവം ഈ പട്ടിക്കാട് പഠിപ്പിച്ചിനെ ആ കയ്യിലിരിക്കുന്ന അമൂല്യമായ എഴുത്താണി പേന വെച്ച് ഒപ്പിടാൻ പറ്റിയില്ല. അതെ, ഇങ്ങനെ ആരെയും പരിഹസിച്ച് ചിരിക്കുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്ക് ചേർന്നതല്ല. ഇതാരാ വേറൊരു ദരിദ്രവാസി? എടീ, ഇവിടെ എന്താ വല്ല സൗജന്യ കിറ്റും കൊടുക്കുന്നുണ്ടോ? കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംസ്കാരം വേണം. സംസ്കാരം. സംസ്കാരം നീ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാ നിന്റെ സംസ്കാരം. എടി, സംസ്കാരം ഉണ്ടാവണമെങ്കിലേ പണം ഉണ്ടാവണം. പണം. അല്ലാതെ തെരുവോരത്ത് കിടന്നുറങ്ങുന്നവളെ സംസ്കാരവും പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യവുമില്ല. ഇവളും വേണ്ട. അല്ല ചന്ദ്രമ്മ, അവളും ചിന്നു, നീ ഇവിടെ വന്നത് പഠിക്കാനാ. നീ ഒരു കാര്യം ചെയ്, ജയരാമൻ സാറിനൊന്ന് വിളിക്ക്. ചിലപ്പോ സാറിന് നമ്മളെ സഹായിക്കാൻ പറ്റും. സോറി സർ, ഈ ഫോൺ തോന്നുമ്പോ ഇടിച്ചു കയറി വരാൻ ഇത് മീൻചന്തയൊന്നും അല്ല. ലോ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസാ.
അനുവാദം വാങ്ങിച്ചിട്ട് വേണം അകത്തേക്ക് വരാൻ. സാർ, ഈ ഫോൺ സാറിന്റെ കയ്യിലൊന്ന് തരാനാ. ആൾ ലൈനിലുണ്ട്. ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രിയോ? എനിക്കാരോടും സംസാരിക്കണ്ട, നിങ്ങൾ പുറത്തിറങ്ങിയേക്ക്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയൊന്നുമല്ല, രമാദേവി മാഡത്തിന്റെ ഹസ്ബൻഡാ, ജയരാമൻ സർ. ജയരാമ സാറായിരുന്നു. ഒന്ന് കൊടുക്ക്. സാർ, ഞാൻ ജയരാമൻ. വാട്സ് ദ പ്രോബ്ലം? സാർ, അത് അഡ്മിഷൻ എടുത്ത തൊട്ടടുത്ത ദിവസം തന്നെ ഈ കുട്ടി ലേറ്റായിട്ടാ വന്നത്. സാറിനറിയാലോ, ഞങ്ങളിത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്നൊരു ക്യാമ്പസാ. ഇവിടെ ഇങ്ങനെ വൈകി വന്നാൽ കോളേജിന്റെ റെപ്യൂട്ടേഷനെ തന്നെ ബാധിക്കും. മാനേജ്മെന്റിന്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. നിങ്ങളുടെ കോളേജിൽ പല കുട്ടികളും കയറാറില്ല എന്നാണല്ലോ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. മാത്രമല്ല, താങ്കൾക്ക് അച്ചടക്കത്തിന്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയുമില്ല. ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസിനെ വളർത്തുന്ന കോളേജ് താങ്കളുടേതാണ്. കേരളത്തിലെ റാങ്കിംഗ് ഉള്ള ഏക കോളേജിലെ പ്രിൻസിപ്പൽ ആയ താങ്കളുടെ അച്ചടക്ക നടപടികൾ എനിക്കങ്ങ് ബോധിച്ചു. സാർ, അത് I don't want any explanation. I will talk to the chairman. സാർ, വേണ്ട. ഞാൻ ഈ കുട്ടിയെ ക്ലാസ്സിൽ ഇരുത്തിക്കോളാം. Okay. സോറി സാർ. താങ്ക് യു സർ.